കർത്താവേ, നിങ്ങളിത് എന്തിനാ കായ്ക്കൊല കണ്ണും വെച്ച് നിൽക്കുന്നത്? ഇങ്ങ് പോരെ, അത് അവിടെ നിന്നൊന്ന് മൂത്തോട്ടെ. അത് തന്നെയാടി ഞാനും ഓർത്തത്. ഭാരക്കൂടുതലുള്ള കൊലയാ. ഒരു താങ്ങ് കൊടുത്തില്ലെങ്കിൽ പതോ ഒന്ന് താഴെ വീഴും. ഇപ്പൊ സമാധാനമായല്ലോ. എന്റെ റീത്താമ്മേ, ഞാൻ പറഞ്ഞില്ലേ താങ്ങ് കൊടുക്കണമെന്ന്. കടക്ക് ബലം പോരാ. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നെന്ന്? ഇത് വലിയൊരു കഷ്ടായി. എന്തേ എങ്ങോട്ടാ? പിന്നെ അമ്പലത്തേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാനേ ഇന്നലെ കൊത്തിയിറക്കിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുത്തിരിക്കുക. അവറ്റകൾ കുറച്ചു കാലം കൊണ്ടൊന്നും ജീവിച്ചോട്ടെ. എന്റെ ഈശോയെ, ഇതെന്തൊരു പരീക്ഷണാണ്. പരീക്ഷണം? എന്റെ ഈശോയെ, എന്റെ കൊല കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എത്ര നാള് വെള്ളം കോരിയതാ. ചായ. എന്താടി ഇത്ര നേരത്തെ? സരള ടീച്ചർ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇതെപ്പോഴാണ് ഈ സൈക്കിൾ വാങ്ങിച്ചത്? മേടിച്ചതല്ല, ബോംബെയിലുള്ള അമ്മാച്ചന്റെ ഗിഫ്റ്റാ. പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. കുഴപ്പമാണെന്നാ എനിക്ക് തോന്നണേ. കയ്യിലിരിപ്പ് വെച്ച് അവൾ അധികം കാലം വാഴണ ലക്ഷണം. കരിനാവ് വെച്ചൊന്നും പറയല്ലേ പ്ലീസ്. കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ കരിനാവായി, കരിങ്കണനായി. ഇതെന്താ രാവിലെ തന്നെ മത്തായി ചേട്ടൻ ഒരു ചാട്ടം? കണ്ട, ഇപ്പൊ തെങ്ങീന്നും പനേന്നും പഴയ പോലെ കള്ള് കിട്ടില്ല എന്നാണ് എല്ലാവർക്കും പരാതി. പക്ഷെ സുഗുണന് മാത്രം എന്നും കുടം നിറച്ച് കള്ള. എന്തു പറഞ്ഞാലും നമ്മുടെ മണ്ണ് നമ്മുടെ കാറ്റ്. എടാ, നിനക്കാരെങ്കിലും നൊസ്റ്റാൾജിയിൽ കൈവശം തന്നുണ്ടോ? സന്ധ്യക്ക് നീ അമ്പലപ്പറമ്പിലോട്ട് വാ. ഈ നാടിന്റെ പൊതുവികാരം അപ്പം നിനക്ക് മനസ്സിലാവും. ശരി. ഇതാണ് മാതൃകാ ഭാര്യ. ഭർത്താവ് വരുമെന്ന സൂചന കിട്ടിയപ്പോ തന്നെ മീന്, ഇറച്ചി. നസ്രാണി പെണ്ണിനെ കിട്ടിയാനുള്ള ഗുണമെന്ന് വേറെ തന്നെയാണ് കേട്ടോ. മലപ്പുറത്തെ എന്റെ സ്റ്റേഷന്റെ അടുത്തൊക്കെ നല്ല മൊഞ്ചത്തി കുട്ടികളുണ്ട്. മീനും ഇറച്ചി മാത്രമല്ല, നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ച് തരും. നോക്കട്ടെ? വേണ്ട വേണേ, നമുക്ക് ഇങ്ങനെ ഫ്രീ ബേർഡായിട്ട് പറന്ന് നടന്നാ മതി. പറക്കുമ്പോ സൂക്ഷിക്കണം, വല്ല കെണിയിലോ വലയിലോ ചെന്ന് കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയാലും അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഊരി പോരാനുള്ള വിദ്യ എനിക്കറിയാം. അല്ലേ? എത്ര പ്രാവശ്യം ഊരി പോന്നിരിക്കുന്നു അല്ലേ? അതൊക്കെ പഴയ കാര്യങ്ങൾ. വെറുതെ ഇവിടെ നിൽക്കുന്നു. അപ്പച്ചനെ അമ്മച്ചൊക്കെ കാണാറുണ്ടോ? പിന്നെ കാണാതെ. നിന്റെ അപ്പച്ചന്റെ കരിങ്കണ്ണിന്റെ ശക്തി വളരെ കൂടി വരിക. ആ ചെത്തുകാര സുഗുണന്റെ കള്ളും കൂടെ ഒരൊറ്റ വാചകം കൊണ്ട് അങ്ങനെ പൊട്ടിച്ചളഞ്ഞു. വെറുതെ അല്ല, നമ്മുടെ മുറ്റത്തേക്ക് മൂവാണ്ട മാവില്ലേ, അത് ഈ വർഷം ഭയങ്കരമായി പൂത്തതാ. ഇതെന്താ മോനെ പൂത്തിരി കത്തിച്ച പോലെ ഉണ്ടല്ലോ എന്നൊരൊറ്റ കമന്റ്. ഫുൾ കരിഞ്ഞു പോയി. സത്യം പറഞ്ഞ എനിക്ക് എപ്പോഴും മൂപ്പര് വിളിക്കാൻ പേടിയാ. നീ പേടിക്കണം. അത് മത്തായിച്ചേട്ടന് കരിങ്കണ്ണുള്ളത് കൊണ്ടല്ല. എന്റെ വീട്ടിൽ വന്നിരുന്ന് കണ്ണും കൈയും കാണിച്ച് അങ്ങേരുടെ ഈ മോളെ നീ തട്ടിയെടുത്തില്ലേ? തനിച്ച് നിന്നെ കിട്ടിയ ഇപ്പോഴും ഇടി ഉറപ്പാ. ഇതെന്താ പഠിക്കലോപയോഗം? ഇങ്ങോട്ട് കയറുന്നൂടെ? പിന്നെ വരാം മാഷേ. ചെല്ലല്ലേ, നിന്റെ കാരണവർക്ക് ദേഷ്യം പിടിക്കണ്ട. പറഞ്ഞേ. മക്കളെത്തി. അപ്പൊ നിങ്ങളുടെ ഫാമിലി സെന്റിമെന്റ്സ് നടക്കട്ടെ. വൈകിട്ട് കാണണേ. ശരി. കുറച്ചിങ്ങോട്ടേക്ക്. മതി മതി. നന്നായിട്ടുണ്ട്. ഇനി അമ്മമ്മ കൈ എടുത്ത് ട്രക്കിൽ വെച്ച് വെക്കമ്മേ. അയ്യോ, എന്തിനാടാ ഇത്? റോസ്മോളെ, ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടാൾക്കും കൂടി ഫോട്ടോ എടുക്കാം. വാ. അയ്യോ വേണ്ട. വാടി പെണ്ണേ. 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോഴേ ഇവന്റെ അമ്മ വാങ്ങിക്കൊടുത്ത ക്യാമറയാ. ഫിലിമൊന്നും വേണ്ട, എടുത്ത അപ്പൊ തന്നെ കാണുകയും ചെയ്യാം. ഞങ്ങളൊന്ന് എടുക്ക്. നോക്കട്ടെ. ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 10th. പഠിക്കാൻ ഭയങ്കര മിടിക്കുക. എന്നും ക്ലാസ്സിൽ ഫെസ്റ്റാ. ചുമ്മാ പറയാ. ഇനി ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക്. അയ്യോ വേണ്ട വേണ്ട. നിക്കുന്നേ. ഏത് സബ്ജക്റ്റാ ഇഷ്ടം? മാത്സ്. ആഹാ, മാത്സ് എന്റെയും ഫേവറേറ്റ്. നോക്കട്ടെ. ഹായ്, നീ ഒരു സുന്ദരി കുട്ടി തന്നെ. നോക്കിയേ. ലൈക്ക് ഇറ്റ്. ഈശോയേ. പോകാക്കെ. എടി, ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കെ. കാക്കകളെ നോക്കിയിരിക്കോ? കൊപ്ര എടുത്തോണ്ട് പോകാം. എനിക്ക് കുറെ പഠിക്കാനുണ്ട് അമ്മച്ചി. ഇവിടെ ഇരുന്ന് പഠിച്ചാലെന്താ? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ അമ്മച്ചി വേണ്ട, കാക്ക വരുമ്പോഴേ ഈ കണ്ണാടി എടുത്തതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. വാ, ഇറങ്ങി വാ.
ഏയ് അടി എന്റെ കർത്താവേ, നിന്റെ ചെവി ഇങ്ങനെ അടുപ്പിച്ചേ. ആ ചെക്കനെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണ്ടേ? അതിനല്ലേ ഞാൻ ഇത്ര നാളായിട്ട് ശ്രമിക്കുന്നത്, പറ്റുന്നില്ലല്ലോ. പറ്റും. അതിനുള്ള ചില പരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് അവൻ കൈവശം കൊടുത്തിരിക്കുക, നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അമ്മയുടെ കൺമുമ്പിൽ നിന്ന് കുറെ കാശ് അടിച്ചു മാറ്റി അവൻ പോയാലോ? പോവില്ല, കാശല്ലല്ലോ അവന്റെ ലക്ഷ്യം. പക്ഷേ കാശായിരുന്നു ലക്ഷ്യം എന്ന് അമ്മൂട്ടി എനിക്ക് തോന്നണം. അതിനുള്ള വഴിയാ ഞാൻ പറയണേ. ഇങ്ങോട്ട് തന്നേ. അമ്മയുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് കാശ് നീ അവനെ ഏൽപ്പിക്കും. അതുമായിട്ട് അവൻ പോകും. തിരിച്ചു വരാതാവുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും ചെക്കൻ കള്ളനാണെന്ന്. അതോടെ പ്രശ്നം തീരും. തിരിച്ചു വരില്ല എന്ന് പറയുമ്പോ കൊല്ലാനൊന്നുമല്ല, പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവനെ മനസ്സിലാക്കും. അതിന് നമുക്ക് ആളുണ്ട്. അബദ്ധാവോ? ഒരബദ്ധമില്ല. അവൻ സേലത്തോ മദ്രാസിലോ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോളൂ. അത് പോരെ? വെക്കടാ, അറിവ് കേട്ട മുണ്ടോ. കൊടഞ്ഞു വിരിക്കണം. നീ ടൗൺ വരെ ഒന്ന് പോവോ? ആ. കുറച്ച് രൂപ ബാങ്കിൽ ഇടാനുണ്ട്. അങ്ങനെ ഓരോ ജോലികളും നീ അവനെ ഏൽപ്പിക്കേ. എല്ലാത്തിനും നീ കിടന്ന് ഓടണ്ടല്ലോ. രൂപ കുറച്ച് അധികം ഉണ്ട്, സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കെ. ആദ്യം നീ കൂടെ പോയി എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ അവൻ തനിച്ചു പോയിക്കോളൂ. എനിക്ക് നേരം ഇല്ലാത്തോണ്ടല്ലേ ഈ പറയുന്നത്. ഞാൻ ചെയ്തോളാം. 25,000 രൂപയുണ്ട്. ഇത് വെച്ചോ വഴി ചെലവിന്. ബാങ്കിന്റെ അഡ്രസ്സും അക്കൗണ്ടിൽ ഇടാനുള്ള നമ്പറൊക്കെ ഇതിലുണ്ട് കേട്ടോ. ആ, സൂക്ഷിച്ചു കൊണ്ടുപോവോ? കൊണ്ടുപോക്കോളാം. ഓട്ടോ വേണോ? വേണ്ട, ഞാൻ ടൗണിലേക്കാ. ബസ്സിൽ പൊക്കോളാം. ബസ് കാശ് തന്നാ മതി, ഞാനും ടൗണിലേക്കാ. ഇവിടെ ഒരു ഓട്ടം വന്ന് റിട്ടേണാ. കേറും മാഷെ, കാലി അടിച്ച് പോകണ്ടാച്ചിട്ടാ. ഓക്കെ. ഇതെന്താ ഇങ്ങോട്ട് തിരിഞ്ഞ്? ഇത് ഷോർട്ട് കട്ടാ, ഇതിലെ കട്ട് ചെയ്താ പെട്ടെന്നെത്താ. ഓ, എന്ത് പറ്റി? ഇറങ്ങ്. എന്താ? ആരാ നിങ്ങളൊക്കെ? നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാമെന്നവരാ. പേടിച്ചോ? നീ സ്ഥലം കണ്ടല്ലോ. നീ എത്ര ഒച്ച വെച്ചാലും ഒരു മനുഷ്യൻ കേൾക്കില്ല. തല്ലിക്കൊന്ന് കാട്ടിലെറിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ, ഒരാളും അറിയില്ല. അതുകൊണ്ട് മര്യാദക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നല്ലത്. നിക്കടാവിടെ. അയ്യോ, കടിക്കില്ല, കടിക്കണ്ട. നീ
പൊന്നുപോലെ ഞാൻ പറയട്ടെ. അയ്യോ, അയ്യോ. തല്ലിക്കൊല്ലടാ മോനെ. പറയുന്ന കേൾക്കടാ. എന്താണിത്? അയ്യോ, എന്റെ കാല്. എടാ, നിന്നെ തല്ലാൻ വന്നേലടാ. അയ്യോ, അയ്യോ. എടാ, ഈ ചെക്കന് ഭ്രാന്താ. വിട്ടോ. ഇതുകൊണ്ട് ചാവണ്ടടാ. ഓടിക്കോ. അയ്യോ, എന്റെ പുറം. എന്തൊരു ഏറാ ഏറ്, ഒടുക്കത്തെ ഏറാ. എന്റെ അമ്മേ. ഹലോ, ഞാനാ. നീ കുറച്ച് കാശ് എടുത്ത് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഉടനെ വരണം. എനിക്ക് തലയിൽ 8 തുന്നലേ ഉള്ളൂ. വേറെ 3 പേര് ഐസിയുല. ആ ചെക്കൻ ചില്ലറക്കാരനൊന്നും അല്ലടാ. ആ ഒന്നുമില്ല. ഓ ശരി ശരി ശരി. ഓ ഓ ഓ. നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഇവൻ ഒറ്റയ്ക്ക് അയക്കരുതെന്ന്. നീ കണ്ടോ, കുറെ പേര് അവന്റെ കാശൊക്കെ തട്ടിയെടുക്കാൻ നോക്കി. ഗുരുവായൂരപ്പൻ എൻ്റെ മോനെ രക്ഷിച്ചത്. നാളെ തന്നെ ഗുരുവായൂർ പോണം. കദളിപ്പഴം കൊണ്ടൊരു തുലാഭാരം ഞാൻ നേർന്നിട്ടുണ്ട്. ഓ പാസ്ബുക്ക് ഏ? ബാങ്കിൽ പോയി ഞാൻ ക്യാഷ് അടച്ചിട്ടുണ്ട്. ആ ആ. നിന്നെ നീ ഈ ഫൈറ്റൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പക്ഷേ വേണ്ടി വന്നാൽ. ഒരു കൈ നോക്കുമല്ലേ? അതെ അതെ. ആ, ഓ